കർത്താവിന് നന്ദിയോടെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ തുടർന്ന ആത്മീക യാത്ര എന്ന എപ്പിസോഡിൻ്റെ 3-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് യഹോവ ഏലിയാവിനെ ചുഴലിക്കാറ്റിലേക്ക് എടുക്കാൻ ഭാവിച്ചിരിക്കുമ്പോൾ ആ സംഭവം ഒരു രഹസ്യമല്ല, എല്ലാവർക്കും പരസ്യമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഏലിയാവിനെ എടുക്കുന്നത് പോലെ തന്നെയായിരിക്കും വിശുദ്ധന്മാരെ ഉൽപ്രാവണത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2 രാജാക്കന്മാർ 2-ന്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്ന, യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എലീശയുടെ ആത്മീക കാഴ്ചപ്പാടാണ്. സ്തോത്രം. എലീശയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഏലിയാവിൻ്റെ സക്സസ്സാറാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അത് ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ഏലിയാവ് എലീശയോട് പറയുന്നത്, നീ ഗിൽഗാലിൽ താമസിച്ചു കൊള്ളുക, എന്നെ ദൈവം ബേഥേലിലേക്ക് അയച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എലീശ പറയുന്നൊരു വാക്കുണ്ട്, നിന്നാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിട്ട് പോകുകയില്ല, നിൻ്റെ ജീവനാണ്, യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഒറ്റയ്ക്ക് ഞാൻ വിടത്തില്ല. കാരണം നിൻ്റെ മരണം എന്നാണെന്നുള്ളത്, അല്ലെങ്കിൽ നിന്നെ കർത്താവ് എടുക്കുന്ന എപ്പോഴാണെന്നുള്ളത് എനിക്ക് കാണണം. നിൻ്റെ കൂട്ടത്തിൽ ഞാൻ പോകത്തില്ല. അങ്ങനെ പറയുന്നൊരു കാഴ്ചപ്പാടുള്ള ചെറുപ്പക്കാരൻ. ഇത് പറയാൻ കാരണം 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ 3:11 നമ്മൾ കാണുന്ന വളരെ മനോഹരമായിരിക്കുന്നൊരു പദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആഹാബ് രാജാവും യഹോശാഫാത്തും യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒത്തിരി പ്രവാചകന്മാർ വന്ന് ദൂത് പറയുമ്പോഴും അത് കള്ളപ്രവാചകന്മാരെന്ന് മനസ്സിലായ യഹോശാഫാത്ത് എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ ആഹാബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആഹാബ് പറഞ്ഞ മറുപടി, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത 2 രാജാക്കന്മാർ 3:11 ഞാൻ വായിക്കുന്നത്. 11 എന്നാൽ യഹോശാഫാത്ത്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാൻ്റെ മകൻ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. സ്തോത്രം. നോക്കൂ, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത ഷാഫാത്തിൻ്റെ മകനായ എലീശ എന്ന് പറഞ്ഞാൽ ഏലിയാവിൻ്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തിന് 100 കണക്കിന് പ്രവാചക ശിഷ്യന്മാരുണ്ടെങ്കിലും തൻ്റെ ഊണിലും ഉറക്കത്തിലും തൻ്റെ ഭക്ഷണ സമയത്തും തൻ്റെ ശാരീരിക ക്ലേശങ്ങളിലുമൊക്കെ തന്നെ അനുഗമിച്ചിരുന്ന തൻ്റെ വാത്സല്യ ശിഷ്യനായിരുന്നു എലീശ എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, ഈ ശിഷ്യനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരുപക്ഷെ കർത്താവിൻ്റെ ദാസന് തോന്നിക്കാണും. ഈ ശിഷ്യൻ ഞാൻ മരണാസന്നായിരിക്കുന്ന സമയത്ത് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുമോ, എന്നെ അനുധാവനം ചെയ്യുമോ എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചു കാണും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മറ്റ് പ്രവാചക ശിഷ്യന്മാർ പറയുന്നത് കണ്ടോ, നീ എന്തിനാ ഈ വയസ്സിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത്? അദ്ദേഹത്തെ ദൈവം എടുക്കാൻ സമയമായി, നമ്മളിനി അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ശിഷ്യന്മാർ പറയുമ്പോഴും പ്രവാചക ശിഷ്യനായിരിക്കുന്ന എലീശ പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിക്കുക, എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അവൻ എടുക്കപ്പെടുമ്പോൾ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ ഇമ്പാർട്ടേഷൻ, അവൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മീക കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞു വന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മർക്കോസ് 1:16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മർക്കോസ് ചാപ്റ്റർ 1:16 അവൻ ഗലീലപ്പുറത്ത് നടക്കുമ്പോൾ ഷീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു. നോക്കൂ, എന്നെ അനുഗമിപ്പീൻ, ഫോളോ മീ എന്നൊരൊറ്റ വാക്ക് യേശു കർത്താവ് പറഞ്ഞതിന് തങ്ങളുടെ വള്ളവും വലയും വിട്ട് തങ്ങളുടെ ജീവസന്ധാരണ മാർഗമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ
ഒരു കാര്യം നാം തിരിച്ചറിയണം, അവരുടെ കമ്മിറ്റ്മെൻറ്റും ദൈവപുത്രനായ യേശുവിനെ ഫോളോ ചെയ്യാനുള്ള അവരുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. ഇതേപോലെ തന്നെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ പോലെ തന്നെയാണ് ഏലിയാവെന്ന മഹാ മനുഷ്യനായിരിക്കുന്ന പ്രവാചകനെ അനുഗമിക്കുന്ന എലീശായെ ഒന്നുകൂടെ കർത്താവിൻ്റെ ദാസൻ ടെസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ്. 1, നിങ്ങൾ ഏത് കാര്യത്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? 2, നിങ്ങൾ ഏത് കാര്യത്തിനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? 3, നിങ്ങൾ ഏത് ആവശ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത്? ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം ഈ ലോകത്തിലെ ഏതെങ്കിലും വിഷയത്തിനാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും വിഷയത്തിനാണോ, അതെയോ നിങ്ങൾ ആത്മീക കാര്യത്തിനാണോ? 2, നിങ്ങൾ സമയം എന്തിനാണ് കൂടുതൽ ചിലവഴിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണോ, അല്ലെങ്കിൽ വാട്സാപ്പിലാണോ, ഇൻസ്റ്റഗ്രാമിലാണോ? ദൈവത്തിന് സ്തോത്രം. അതല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഇമ്പങ്ങളിലാണോ നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിലകൊള്ളുന്നത്. 3, നിങ്ങൾ പണം എന്തിനാണ് ഏറ്റവും അധികം ചിലവഴിക്കുന്നത്? ഞാൻ വായിച്ചിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത മരിച്ചപ്പോൾ ഞാൻ കണ്ടതാണ് വീഡിയോയിൽ. ദൈവത്തിന് സ്തോത്രം, അവർ 300 ജോഡി ചെരുപ്പായിരുന്നു ആ സ്ത്രീ അണിഞ്ഞിരുന്നത്. 300 ജോഡി ചെരുപ്പ്. ഞാൻ ചോദിക്കട്ടെ, മരണസമയത്ത് ഈ സ്ത്രീയുടെ കാലിൽ 2 ചെരുപ്പിൽ കൂടുതൽ ഇടാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് 2 പാൻ്റ് ഇട്ടുകൊണ്ട് ശവസംസ്കാരം നടത്താൻ പറ്റുമോ? അപ്പോൾ വസ്ത്രത്തിലും സമ്പത്തിലും ഒന്നുമല്ല പ്രശ്നം, ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനാകുക എന്നുള്ളതാണ് തിരുവെടുത്ത് പറയുന്നത്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഗോഡ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. ഹൗ മച്ച് ടൈം യു സ്പെൻഡ് വിത്ത് യുവർ ഗോഡ്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ അന്യഭാഷ പറയുന്നത് കൊണ്ടോ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ആരാധിക്കുന്നതുകൊണ്ടോ മാത്രം തൃപ്തിപ്പെടരുത്. അതിനേക്കാൾ അധികമായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ, ദൈവമായുള്ള അഗാധമായ ബന്ധത്തിൽ ഏർപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിനെ അവസാനിപ്പിക്കുന്ന മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് പിന്നെ കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.